ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വെറൈറ്റി കറിയാണ് ചക്കക്കുരും മുരിങ്ങക്കോലും ചെമ്മീനും. പിന്നെ പുളിക്ക് തക്കാളിക്കുണ്ട്, ഇലുമ്പിക്കായും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇന്ന് കറി വെക്കാൻ എന്തൊക്കെ എടുത്തിരിക്കുന്നതെന്ന്. ചക്കക്കുരു, ഇലുമ്പിക്കായും ചെമ്മീനും തക്കാളി മുരിങ്ങക്കോലും. ഇത്രയും കൊണ്ട് നമുക്കിന്നൊരു നല്ല സൂപ്പർ ചാറ് കറി വെക്കാം, ഒരു ഒഴിച്ച് കറി. ചക്കക്കുരു പൊളിച്ചെടുത്തു. ഇനി ഇത് കഴുകി അടുപ്പത്ത് വെച്ച് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ചക്കക്കുരു പൊളിച്ചു, കഴുകി അടുപ്പത്ത് വെച്ചു. നമുക്ക് കുക്കർ അടച്ച് വെയിറ്റിട്ട് വേവിക്കാം. അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അതിനകത്ത് ഇടാനുള്ള ബാക്കി ഇലുമ്പിക്ക, മുരിങ്ങക്കോല്, തക്കാളി, ചെമ്മീൻ ഒക്കെ റെഡിയാക്കി കൊണ്ടുവരാം. ഇലുമ്പിക്ക അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇലുമ്പിക്കയ്ക്ക് നല്ല പുളിയുള്ളതല്ലേ, അസിഡിറ്റി അല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് പുളിയൊക്കെ പോകണം. അതുപോലെ പിഞ്ച് ഇലുമ്പിക്കായാണ് നമുക്ക് കറി വെക്കാൻ കൊള്ളുള്ളൂ. മൂത്തതാണെങ്കിൽ അതിന് അസിഡിറ്റി കൂടും. പിന്നെ അതിൻ്റെ കുരു നമ്മുടെ അരഞ്ഞോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ വയറ്റി ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് ദോഷമാണ്. അപ്പോൾ പിഞ്ച് ഇലുമ്പിക്ക, മൂക്കുന്നതിന് മുമ്പിലുള്ള ഇലുമ്പിക്ക വേണം നമ്മളെപ്പോഴും പാചകത്തിന് എടുക്കാൻ. അതാണ് നമുക്ക് ഭക്ഷണയോഗ്യമായിട്ടുള്ളൂ. മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളൂല. എല്ലാവരും പറയും പ്രഷർ കുറയും, കൊളസ്ട്രോൾ പോകും, നല്ല പഴുത്ത് ഇലുമ്പിക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഒപ്പം തന്നെ നമ്മുടെ കിഡ്നിയും പോകും. അപ്പോൾ പിഞ്ച് ഇലുമ്പിക്കുക ഞാനൊരു കുറച്ച് അത്യാവശ്യം പുളിക്ക് വേണ്ടി എടുത്തു. അതിൻ്റെ അസിഡിറ്റി കുറച്ചൊന്ന് പുളി പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് കഴുകി എടുക്കാം. ചക്കക്കുരു വിസിലടിച്ചു. നമുക്ക് തീ ഓഫാക്കി കാറ്റ് കളയാനായിട്ട് വെയിറ്റ് ചെയ്യും. നമുക്കിനി അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചൂടായ ചീനച്ചട്ടിക്കകത്തോട്ട് രണ്ട് മൂന്ന് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയും കൂടെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഉലുവ ചൂടാകുമ്പോഴത്തേനും ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞളും. നല്ല ഉലുവ പൊട്ടിത്തടഞ്ഞ് നമുക്ക് തീ ഓഫാക്കാം. ആ ഉലുവയും കൂടെ നമുക്കിനി ഇതിൻ്റെ കൂടെ അരയ്ക്കണം. പുളിയുള്ള സാധനങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ചക്കക്കുരു ഇലുമ്പിക്ക ഇട്ട് വെക്കുമ്പം ഉലുവ വറുത്തരച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കാം. ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. മുളക് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ വെന്ത ചക്കക്കുരുവും കൂടി ഇട്ടൊന്ന് ഇറക്കിയെടുക്കാം. ഇതിൻ്റെ തീയൊക്കെ പിന്നെ ചൂടൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും തീ കത്തിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങക്കോല്, തക്കാളി, ഇലുമ്പിക്ക, ഒരു സവോളയുടെ പകുതി, ഒരു ചെറിയ സവോളയായിരുന്നു കേട്ടോ, അതിൻ്റെ പകുതിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചെമ്മീനും ചേർത്തു, ഉപ്പും ചേർത്തു. വെള്ളം ഒരല്പം കുറവാന്ന് തോന്നുന്നു. നമുക്കൊരല്പം വെള്ളം കൂടെ ഒഴിക്കും. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും ഈ ചക്കക്കുരു ഒന്ന് ഉടച്ചുകൊണ്ട് വരാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. മുരിങ്ങക്കോല് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം വെന്തു. ഇനി മുളക് അരച്ചതും ചക്കക്കുരു ഉടച്ചതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം.
മെയിൻ താരം ചക്കക്കുരു ആണെങ്കിലും അതിപ്പോൾ കാണാനില്ല അല്ലേ. പക്ഷെ ടേസ്റ്റ് അപാരമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. തിളച്ച് പോകണ്ട, നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം, അതൊക്കെ തിളക്കട്ടെ. ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, എരിവുണ്ട്. എനിക്ക് കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഇതിനകത്ത് മുരിങ്ങക്കോല് വേകുന്നൊപ്പം പച്ചമുളകും കൂടി ഇടാൻ കേട്ടോ. എനിക്ക് എരിവ് കുറച്ച് മതി, ഇതുകൊണ്ട് തന്നെ 5-6 കാന്താരി അരച്ചുള്ളൂ. എന്നിട്ടും നല്ല എരിവുണ്ട്. ഇനി കടുക് പൊട്ടിക്കുമ്പോഴും വേണമെങ്കിൽ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത്ര മുളക് ഇടാം. ഉപ്പായിട്ടുണ്ട്, അത്യാവശ്യത്തിന് പുളിയുണ്ട്. നമുക്കൊരു കുറച്ച് കറിവേപ്പില ഇപ്പം ഇടാം, ബാക്കി കടുക് പൊട്ടിക്കുന്നതിനകത്ത് ഇടാം. കറിവേപ്പില കറി നല്ല ചൂടിനുള്ള കറിയിലേക്ക് ഇട്ടാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങിക്കോളും. അതുകൊണ്ട് അവസാനം ചേർത്താൽ മതി. കറി തിളച്ച് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് മാറ്റാം. എന്നിട്ട് കടുക് പൊട്ടിക്കാനുള്ള പാത്രം എടുത്തിട്ട് വയ്ക്കാം. വെള്ളം ഒന്ന് പറ്റി വരട്ടെ. വെള്ളം പറ്റി എണ്ണ ഒഴിച്ചു, കടുകിട്ടു, 2 ഉലുവായും ഇട്ടു. ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി, ചെമ്മീനും ചക്കക്കുരുവൊക്കെ അല്ലേ. കറിവേപ്പില ഇടും. നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീനിട്ട ഇലിമ്പിക്കയിട്ട ചക്കക്കുരു കറി, ചാറ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാം. ഇനിയിപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.